ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സെൽഫ് ടോക്കിനെ കുറിച്ചാണ്. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോട് പറയുന്നതിനെയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിലിരുന്ന് ഒരാൾ നമ്മളോട് എന്തു പറയുന്നോ അതാണ് സെൽഫ് ടോക്ക്. അതാണ് നടക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ. സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ ബോധപൂർവമായിട്ട് നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി ഒരു കാര്യം നല്ല ലെവലിലാക്കാൻ വേണ്ടി നമ്മുടെ ബിസിനസ്സോ നമ്മുടെ പേഴ്സണൽ ലൈഫിലോ ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലിരുന്ന് ഒരാൾ നെഗറ്റീവായിട്ട് നിന്നെക്കൊണ്ടൊന്നും സാധിക്കുകയല്ല, നീ പല പരിപാടികളും നടത്തിയതല്ലേ, ഇതിനു മുമ്പ് നീ പല പരിപാടികളും നടത്തിയത് ഒന്നും രക്ഷപ്പെട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് മാത്രം തന്നെ ഇതൊന്നും നടക്കുന്നില്ലല്ലോ, ശരിയാകുന്നില്ലല്ലോ. കാര്യം നമ്മൾ പുറമേ കാണുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു, നമ്മൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിലിരുന്ന് പറയുന്നത് നമ്മളോട് പറയുകയാണ് അകത്തിരുന്ന്, ഇതൊന്നും നടപടി ഉണ്ടാകുന്ന കാര്യമല്ല. അല്ല, അറിഞ്ഞോ അറിയാതെയൊക്കെ പലപ്പോഴും നമ്മൾ ഡെയിലി ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നും വയ്യ, ഇത് 10 പ്രാവശ്യം പറഞ്ഞു നോക്കുക, അന്നേരം തന്നെ നമുക്ക് വയ്യാതെയാവും. അല്ലെങ്കിൽ പല ആൾക്കാർ 5 പൈസ കയ്യിലില്ല, ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നെഗറ്റീവായിട്ട് പോകാനേ സാധ്യതയുള്ളൂ. കാരണം നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളറിയാതെ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം അതൊരു വാസ്തവമാണ്. ഇപ്പോൾ പോയിസൺ എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് മതി, അവസാനത്ത് അത് ഡൈല്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ലിറ്റർ അല്ലെങ്കിൽ വെള്ളം വേണ്ടി വരും, മറ്റ് സാധനം വേണ്ടി വരും. അപ്പോൾ ആ ഒരു ഡ്രോപ്പ് നെഗറ്റീവായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അത് അത്രമാത്രം സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ വളരെ പോസിറ്റീവ് ആണെന്നാണ് നമ്മളെല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലിരുന്ന് പറയുന്ന ആൾ ഉള്ളിലിരുന്ന് നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മളോട് പറയുന്നെങ്കിൽ, നമ്മൾ തന്നെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഇൻറ്റേർണലായിട്ട്, കാരണം പുള്ളി വളരെ ഹാപ്പിയായിട്ട് കംഫർട്ടബിളായിട്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വേറെ വലിയ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ അകത്തിരുന്ന് പറയുമോ ഇതൊന്നും നടപടി ഉണ്ടാകുന്ന കാര്യമല്ല, ഇതുപോലൊക്കെ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതൊന്നും നടക്കുകയില്ല. അല്ല, പലപ്പോഴും നമ്മൾ വീട്ടിൽ കുട്ടികളോട് ഉപയോഗിക്കുന്നതാണ്, അവനൊന്നും നന്നാകത്തില്ല, ഗുണം പിടിക്കത്തില്ല. അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ തമ്മിൽ, അല്ലെങ്കിൽ നമ്മളെ ജോലി സ്ഥലത്തും ബിസിനസ്സിൻ്റെ സ്ഥലത്തും കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ടോക്കിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പല കാര്യങ്ങളും ചിലപ്പോൾ നടന്നു വരികയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടന്നു വരികയില്ല. ഈ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലിരുന്ന ഒരാൾ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് നമ്മളോട്. പക്ഷേ ആ ഉള്ളിലിരുന്ന് പറയുന്ന ആളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ആ ഉള്ളിലിരുന്ന് പറയുന്ന ആളെ കൊണ്ട് അത് വേറെ പ്രോഗ്രാം ചെയ്യിച്ച് പോസിറ്റീവായിട്ട് നമുക്ക് പറയിപ്പിക്കാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. അത് ആണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മുടെ ഉള്ളിൽ ഇൻറ്റേർണൽ നമ്മുടെ ടോക്ക് പോസിറ്റീവ് ആക്കിയാൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ടല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഇരിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ അതിനെ നമ്മൾ പ്രോഗ്രാം ചെയ്തെടുക്കാൻ സാധിച്ചാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ഈ പുള്ളി വിചാരിച്ചാൽ ഉണ്ടാക്കി തരാൻ പറ്റും. ആ ആൾ വിചാരിച്ചാൽ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആൾ വിചാരിച്ചാൽ നമ്മുടെ ലൈഫ് തന്നെ മാറ്റാൻ പറ്റും. അത് പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി അത് കൂടുതലും പലപ്പോഴും ഇപ്പം നെഗറ്റീവായിട്ടായിരിക്കും ടോക്ക് നടക്കുന്നെങ്കിൽ നെഗറ്റീവായിട്ടാണ് സംഭവിക്കാനുള്ള സാധ്യതകൾ മുഴുവൻ. നമ്മൾ ചിലപ്പം ഏതെങ്കിലും അമ്പലത്തിലോ ആരാധനാലയത്തിലും പോയി 5 മിനിറ്റ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകും. ബാക്കിയുള്ള സമയം മുഴുവൻ ഒരു ദിവസം 24 മണിക്കൂറിലുള്ളതിൽ 5 മിനിറ്റ് വളരെ നമുക്ക് വേണ്ട കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ബാക്കി സമയം മുഴുവൻ ഉള്ളിലിരുന്ന് എനിക്ക് മാത്രം എന്നാ സംഭവിക്കാത്തത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, മറ്റുള്ളവരുടെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ ടോക്കെങ്കിൽ, അല്ലെ ഉള്ളിലിരുന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണെങ്കിൽ നമ്മുടെയൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഈ ടോക്ക്, ഉള്ളിലെ ടോക്ക്. നമ്മളോട് പറയുന്ന അത് എന്താണ്, സംഭവിക്കാനുള്ള സാധ്യത അതാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ബോധപൂർവമായിട്ട് നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും, കോൺഷ്യസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളതിനെക്കുറിച്ചായിരിക്കും പറയുന്നെങ്കിലും കൂടുതൽ സമയവും നമ്മളെ സെൽഫ് ടോക്ക് നമ്മളോട് കമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുകയാണ്, നമ്മൾ പറയുകയാണ്, നമ്മൾ ഓർഡർ ചെയ്യുകയാണ് എനിക്കെന്താ വേണ്ടതെന്ന്. അതിനെയൊക്കെയാണ് ഈ തഥാസ്തു എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മളോട് നെഗറ്റീവായിട്ടുള്ള കൈ പൈസ ഇല്ലേ, എനിക്ക് മാത്രം ദാരിദ്ര്യമാണ്, എനിക്ക് മാത്രം നടക്കുന്നില്ലല്ലോ, എൻ്റെ മാത്രം വിചാരിക്കുന്നത് നടക്കുന്നില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുറമേ വിചാരിക്കുന്നത് മറ്റുള്ളവരോട് പറയുന്നത് ഞാൻ വളരെ പോസിറ്റീവാണെന്നും ഇൻറ്റേർണൽ ആയിട്ടുള്ള ടോക്ക് മുഴുവൻ നെഗറ്റീവാണ്. ഇതെല്ലാം അഫർമേഷനാണ്. നമ്മളോട് കമാൻഡ് ചെയ്യുകയാണ്,
ഈ കമാൻഡ് റോങ് ആയി പോയാൽ നമ്മുടെ ജീവിതം തന്നെ റോങ് ആയി പോകും. അതുകൊണ്ട് നമ്മളോട് കമാൻഡ് ചെയ്ത് പോസിറ്റീവായുള്ള അഫർമേഷനിലൂടെ നമ്മൾ പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് എടുത്ത് നമ്മുടെ ഉള്ളിൽ അത് പോസിറ്റീവ് ആക്കാൻ, നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റിയാൽ ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ട് നമ്മൾ പറ്റും. നമ്മളെപ്പോഴും പറയാറില്ല, നമ്മുടെ ഉള്ളിൽ ഒരു സ്ലീപ്പിംഗ് ജയൻ്റ് ഉണ്ടെന്ന് പറയും. ആ ജയൻറ്റിനെ ഉണർത്തിയെടുത്ത് പോസിറ്റീവായിട്ട് ആളെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റിയാൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ ഇയാൾക്ക് പറ്റും. അയാളെ നമ്മൾ കോച്ച് ചെയ്തെടുക്കണമെന്ന് മാത്രം. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ് ഇത്. പക്ഷേ സംഭവിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.